നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നടത്തറ പഞ്ചായത്ത് സംഘടിപ്പിച്ച വിജയോത്സവം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വായനയെ ലഹരിയാക്കി വിദ്യാർത്ഥികൾ മുന്നേറണമെന്ന് മന്ത്രി VS വാസവൻ. പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയം നിർമ്മാണോദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. NCCയുടെ സംസ്ഥാനതല ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമല കോളേജിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. നടത്തറ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വിജയോത്സവം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മൂർക്കനിക്കര സ്കൂൾ അങ്കണത്തിൽ നടത്തിയ പരിപാടിയിൽ നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി വിശിഷ്ട അതിഥിയായി. ലോകത്തെ അത്ഭുതപ്പെടുത്തിയ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ മേന്മയുണ്ടാക്കിയ നാടാണ് കേരളമെന്നും ലോകത്തിന്റെ തന്നെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബായി കേരളത്തെ മാറ്റുന്നതിനായുള്ള ശ്രദ്ധേയമായ നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു. ലാഭനഷ്ടങ്ങളുടെ ഹരണഗുണന പട്ടികയ്ക്കപ്പുറത്ത് മനുഷ്യനെന്ന പദത്തിന്റെ അർത്ഥം പൂർണ്ണമാക്കുവാൻ കഴിയുന്ന വിധത്തിൽ നാം ലോകത്തിന്റെ മുൻപിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള മക്കളായി മാറുക എന്നതാണ് ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജീവിതാവസാനം വരെ വിദ്യാർത്ഥിയായിരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മന്ത്രി പറഞ്ഞു. നടത്തറ പഞ്ചായത്ത് പരിധിയിൽ 2024-25 അധ്യയന വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ വിജയം വരിച്ച വിദ്യാർത്ഥികളെയും കലാകായിക രംഗങ്ങളിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിജയികളായവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. മണ്ണുത്തി SI ജയൻ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നടത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EN സീതാലക്ഷ്മി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ്, ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അമൽറാം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ER പ്രദീപ്, ജിനിത സുഭാഷ്, ബിന്ദു സുരേഷ്, MS അശോക് കുമാർ, ജയൻ, സിന്ധു ഉണ്ണികൃഷ്ണൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജീജ ജയൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ദിലീപ് കുമാർ, CS സന്തോഷ് കുമാർ, നടത്തറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K പ്രദീപ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. നടത്തറ ഗ്രാമപഞ്ചായത്തിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാനുള്ള ഒരു കാര്യമുള്ളത്, നമ്മളെല്ലാവരും A+ കിട്ടിയ കുട്ടികളെ മാത്രം ആദരിക്കുന്ന ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ ഈ പഞ്ചായത്തിനകത്ത് SSLC എന്ന വിദ്യാഭ്യാസത്തിന്റെ ആദ്യഘട്ടം മാത്രമായിട്ടുള്ള ഈ മഹാപരീക്ഷയിൽ എഴുതിയ പാസ്സായ മുഴുവൻ കുട്ടികളെയും ആദരിക്കുക എന്ന വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നടത്തറ ഗ്രാമപഞ്ചായത്ത് പോയി. നടത്തറ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതി അംഗങ്ങളെ വളരെ സന്തോഷപൂർവ്വം ഞാൻ സർക്കാരിന് വേണ്ടി അഭിനന്ദിക്കാൻ ഈ പ്രത്യേകമായ കാര്യത്തിൽ ആഗ്രഹിക്കുന്നു. ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആ പഞ്ചായത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വികസന പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു മടിയും ഉണ്ടാകാൻ പാടില്ല. അത് വരുന്ന നവമുകുളങ്ങളെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നത് തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഒരു പരീക്ഷ നടത്തിപ്പ് കേവലം ഒരു എക്സസൈസ് മാത്രമായി മാറിയിരിക്കുന്ന കാര്യമായിട്ട് നമ്മൾ മാറുകയാണ്. പരീക്ഷയിലെ വിജയവും നമ്മുടെ വിവരവും തമ്മിൽ അക്ഷരാർത്ഥത്തിൽ കൂട്ടിയോജിപ്പിക്കാൻ പറ്റില്ല. പരീക്ഷയുടെ വിജയം സ്വാഭാവികമായിട്ടും ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഏറ്റവും വേഗതയിൽ അപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ചൊരു കുട്ടിക്ക് എങ്ങനെ മറുപടി എഴുതാൻ പറ്റുന്നുവോ, അഥവാ വിശാലമായിട്ടുള്ള പാഠപുസ്തകത്തിന്റെ നടുവിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം അപ്പോൾ കണ്ടെത്തി എങ്ങനെ മറുപടി പറയാൻ പറ്റുമോ, അതിൻ്റെ അളവുപോലാണ് യഥാർത്ഥത്തിൽ പരീക്ഷയിലൂടെ നമ്മൾ കാണുന്നത്. എന്നാൽ അത് മാത്രമാണ് വിവരത്തിന്റെയും വിവേകത്തിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകമെന്ന് നമുക്ക് തോന്നാൻ പറ്റില്ല. ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട്, BScയുടെ അവസാനഘട്ട വർഷം എൻ്റെ മെയിൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, സബ്സിഡറി സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. വായനയെ ലഹരിയാക്കി വിദ്യാർത്ഥികൾ മുന്നേറണമെന്ന് മന്ത്രി VS വാസവൻ വടക്കാഞ്ചേരിയിലെ പ്രതിഭകളെ MLA ആദരിച്ചു. വായനയെ ലഹരിയാക്കി വിദ്യാർത്ഥികൾ മുന്നേറണമെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു.
വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ പ്രതിഭകൾക്കായി സംഘടിപ്പിച്ച MLAയുടെ ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയലാറിന്റെ ശ്രീനാരായണ ഗുരുവും മുരുകൻ കാട്ടാക്കടയുടെ ബാഗ്ദാദും കുമാരനാശാന്റെ കരുണയും ചണ്ടാലഭിഷുകിയും ഉൾപ്പെടെയുള്ള കവിതകൾ ചൊല്ലി മന്ത്രി വിദ്യാർത്ഥികളുമായി സംവദിച്ചു. സിലബസുകൾക്ക് അപ്പുറത്ത് അറിവിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുന്ന വൈജ്ഞാനികത ഓരോരുത്തരും കണ്ടെത്തണം. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ കാര്യക്ഷമമായ മാറ്റങ്ങൾ ഈ സർക്കാരിനെ കൊണ്ടുവരുവാനായി പഠനം പൂർത്തിയാക്കുന്നതിനൊപ്പം ക്യാമ്പസ് സെലക്ഷനുകളിലൂടെ ജോലി ലഭ്യമാക്കുന്ന നിരവധി കോഴ്സുകൾ ആരംഭിച്ചു. നിർബന്ധ ബുദ്ധികളില്ലാതെ ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ ഇഷ്ടത്തിനും അഭിരുചിക്കുമനുസരിച്ച് പഠിക്കുവാൻ രക്ഷിതാക്കൾ ഒപ്പം നിന്ന് അവസരമൊരുക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ മെഡിക്കൽ കോളേജ് അലുമിനി അക്കാദമിക് കോംപ്ലക്സിൽ നടന്ന പരിപാടിയിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷനായി. SSLC +2 യൂണിവേഴ്സിറ്റി പരീക്ഷകൾ, വിവിധ മത്സര പരീക്ഷകൾ എന്നിവയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർ, വിവിധ മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച പ്രതിഭകൾ, ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങൾ, മികച്ച പ്രവർത്തനം നടത്തുന്ന സഹകരണ സംഘങ്ങൾ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. എല്ലാ പ്രതിഭകൾക്കും ആദരം വാങ്ങുന്ന ഫോട്ടോ ഫ്രെയിമും ചടങ്ങിൽ കൈമാറി. കോലഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MD വികാസ് രാജ് സ്വാഗതവും കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ നന്ദിയും പറഞ്ഞു. MLA CVR ചിറ്റിലപ്പള്ളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK ഉഷാദേവി, TV സുനിൽകുമാർ, ലക്ഷ്മി വിശ്വംഭരൻ, സിമി അജിത് കുമാർ, തങ്കമണി ശങ്കുണ്ണി, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അദ്ദേഹം ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല കല കായിക രംഗത്തും സഹകരണ മേഖലയിലും ആരോഗ്യ പ്രവർത്തന രംഗത്തുമെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനജീവിതത്തിന്റെ സമസ്ത മേഖലയുമായി ബന്ധപ്പെട്ട അംഗീകാരം നേടിയിട്ടുള്ളവരെ ആദരിക്കുക എന്നത് സംസ്കാരത്തിന്റെ ഭാഗമാണ്. എല്ലായ്പ്പോഴും അംഗീകാരം നേടുന്നവരെ ആദരിക്കുമ്പോഴാണ് സമ്പന്നമായ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൽ നിർത്തി പോകാൻ കഴിയുക. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയങ്കരനായ MLA ഇത്തരത്തിൽ ആദര പരിപാടി സംഘടിപ്പിച്ചത് മാതൃകാപരമാണ്, അഭിനന്ദനാർഹമാണ്. ആദ്യമായി സൂചിപ്പിക്കട്ടെ. PG ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയം നിർമ്മാണോദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു മുഖ്യാതിഥിയായി. കുട്ടികൾ കേവലം പുസ്തകപ്പുഴുക്കൾ മാത്രമായി ജീവിച്ചു പോകരുത്. അവർക്ക് മാനസിക ശാരീരിക വ്യായാമങ്ങൾ ഉണ്ടാകണം. തെറ്റായ പ്രവണതകളിലേക്ക് കുട്ടികൾ പോകാതിരിക്കുവാൻ കളി ഒരു ലഹരിയാണെന്ന് ബോധ്യപ്പെടുത്താവുന്ന വിധത്തിൽ ജീവിതമെന്ന ലഹരിയിലേക്ക് കുട്ടികളെ കൈപ്പിടിച്ച് നടത്തണമെന്നും മറ്റെല്ലാ ലഹരികൾക്കും അന്ത്യം കുറിക്കണമെന്നും മന്ത്രി പറഞ്ഞു. PG പ്രദേശം പാണഞ്ചേരി പഞ്ചായത്തിലെ മാത്രമല്ല ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ തന്നെ ഒരു വിദ്യാഭ്യാസ ഹബ്ബായി മാറുകയാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലും പാണഞ്ചേരി പഞ്ചായത്തിലും PG സ്കൂളിലും നടക്കുന്നതും നടത്താൻ ഉദ്ദേശിക്കുന്നതുമായ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും മന്ത്രി സംസാരിച്ചു. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ APM മുഹമ്മദ് അഷ്റഫ് പദ്ധതി വിശദീകരണം നടത്തി. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ET ജലജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൈദ അബൂബക്കർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബാബു തോമസ്, സ്വപ്ന രാധാകൃഷ്ണൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജിനേഷ് PG, രാജു പാറപ്പുറം, CV ജോസ്കുട്ടി, PR ശിവരാജ്, കുര്യൻ, പ്രിൻസിപ്പൽ A ഗിരീശൻ, PTA പ്രസിഡന്റ് E ഹംസ, പ്രധാനാധ്യാപിക C രേഖ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. PTA, MPTA, SMC, വികസന സമിതി അംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരിക്കെതിരെ താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾ വേണമെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു. NCCയുടെ സംസ്ഥാനതല ലഹരിവിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരായി സംസ്ഥാന സർക്കാർ വിപുലമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും അത് താഴെത്തട്ടിൽ എത്തിക്കുന്നതിന് NCC പോലുള്ള സംവിധാനങ്ങൾക്ക് കഴിയുമെന്നും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി NCC നാഷണൽ കാഡറ്റ് ക്രോപ്സ് തൃശൂർ വിമല കോളേജിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
മനസ്സും മസ്തിഷ്കവും ഒരുപോലെ ആരോഗ്യമുള്ള ജനതയുണ്ടാക്കണമെന്നും അക്ഷരമാണ് ലഹരി, കായികമാണ് ലഹരി എന്ന സന്ദേശം വിദ്യാർത്ഥികൾക്ക് നൽകാൻ NCC വഴി സാധിക്കട്ടെയെന്നും മന്ത്രി പറഞ്ഞു. മയക്കുമരുന്നിനെതിരെയുള്ള സർക്കാർ പ്രവർത്തനങ്ങൾ നിലവിൽ 5ാം ഘട്ടത്തിലാണ്. സാമൂഹ്യ ബോധമുള്ള സംഘടനകളുമായി സഹകരിച്ചാണ് പരിപാടികൾ നടത്തുന്നത്. NCCയുടെ ആസാദ് സേനയുടെ രൂപീകരണത്തിലൂടെ ലഹരി ഉറവിടം കണ്ടെത്തൽ, സഹപാഠികളുടെ വിദ്യാഭ്യാസം എന്നിവയ്ക്കാണ് ഊന്നൽ നൽകുന്നത്. സഹപ്രവർത്തകരായ വിദ്യാർത്ഥികൾക്കാണ് ലഹരിക്കെതിരായ നീക്കം തടയുവാൻ കഴിയുക. അതിനായി മികച്ച ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പ്രചരണം നടത്തുന്നതിനാണ് NCC പദ്ധതിയിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ വിമല കോളേജിൽ നടന്ന ചടങ്ങിൽ NCC സംസ്ഥാന ADG മേജർ ജനറൽ രമേശ് ഷൺമുഖം അധ്യക്ഷനായി. പരിപാടിയുടെ ഭാഗമായി വിമല കോളേജ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, ലഹരിക്കെതിരായ മൈം തുടങ്ങിയവ അവതരിപ്പിക്കുകയുണ്ടായി. ലഹരിവിരുദ്ധ പ്രതിജ്ഞ വിദ്യാർത്ഥികൾ ഏറ്റുചൊല്ലി. വിമല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബീന ജോസ്, മാനേജർ സിസ്റ്റർ സാലി പോൾ, എറണാകുളം ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേണൽ RS മോണി, 7 കേരള ഗേൾസ് ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ രജീന്ദ്രൻ സിംഗ് സിന്ധു, 23 കേരള NCC കമാൻഡിംഗ് ഓഫീസർ കേണൽ ചന്ദ്രനിൽ കംനാദ്കർ, 24 കേരള NCC അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേണൽ MT ബ്രിജേഷ്, വിമല കോളേജ് NCC ഓഫീസർ ക്യാപ്റ്റൻ ലെവ്ജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടികളാണ് ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് അവരെ വിളിക്കാം. അത് നൽകുന്ന ഒരു പ്രത്യേകമായ സംവേദന രീതിയുമുണ്ട്. മനുഷ്യരെ മനസ്സിലാക്കാനും സമൂഹത്തിൽ സജീവമായി ഇടപെടാനും കഴിയാത്ത വിധത്തിൽ സാഹചര്യത്തിൽ നിന്ന് വഴിമാറി അണുകുടുംബത്തിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോയപ്പോൾ വൈകാരിക സുരക്ഷയുടെ, ഇമോഷണൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ വലിയ ദാരിദ്ര്യമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പഴയ കാലത്ത് അമ്മൂമ്മയും മുത്തച്ഛനും ഒക്കെ കുട്ടികളുടെ ആന്തരിക സംഘർഷങ്ങൾ പങ്കുവയ്ക്കാനും നിർലോഭം സ്നേഹവാത്സല്യങ്ങൾ പകർന്നു കൊടുത്ത് അവരുടെ മനസ്സിലെ വേദനാദികൾ അകറ്റാനും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അച്ഛനോ അമ്മയോ കുട്ടിയോ മാത്രമുള്ള ഒന്നായിട്ട് കോൺഗ്രസ് വിട്ടുപോയവർ തിരികെ വരണമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ്. വിവിധ കാരണങ്ങളാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വിട്ടുപോയവർ തിരികെ വരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ച കൂടണയാം കോൺഗ്രസിലേക്ക് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി പാർട്ടിയിലേക്ക് തിരികെ എത്തിയ ആതിരപ്പള്ളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PA പുഷ്പാങ്കദനും കൂട്ടർക്കും കോൺഗ്രസിൽ അംഗത്വം നൽകി സംസാരിക്കുകയായിരുന്നു DCC പ്രസിഡന്റ്. കേന്ദ്ര സംസ്ഥാന പ്രാദേശിക സർക്കാരുകളുടെ ഭരണം കൈയാളുന്ന BJPയുടെയും CPMന്റെയും ജനദ്രോഹ നടപടിയിൽ ജനം പൊറുതിമുട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വിജയത്തിനായി ഇനിയും കോൺഗ്രസിലേക്ക് പ്രവർത്തകർ എത്തുമെന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് പറഞ്ഞു. DCCയിൽ വെച്ച് നടന്ന ചടങ്ങിൽ KPCC സെക്രട്ടറി A പ്രസാദ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ജോസ് വള്ളൂർ, KB ശശികുമാർ, TA ആൻഡോ, CG ബാലചന്ദ്രൻ, ഷോൺ പെല്ലിശ്ശേരി, OS ചന്ദ്രൻ, ജയചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ടൂറിസം മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. 30ഓളം കുടുംബങ്ങളുടെ ഉപജീവന മാർഗം പ്രതിസന്ധിയിലായി. പുള്ളു പ്രദേശവാസികൾ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന മനക്കൊടി പുള്ളു റോഡ് കഴിഞ്ഞ 2 മാസമായി വെള്ളം കയറിക്കിടക്കുകയാണ്. ജില്ലയിൽ ഇത്തരത്തിൽ വെള്ളം കയറി യാത്ര മുടങ്ങിക്കിടക്കുന്ന ഏക PWD റോഡാണിത്. വിനോദസഞ്ചാരികളുടെ വരവ് നിലച്ചതോടെ അരിമ്പൂർ, ചാഴൂർ പഞ്ചായത്തിലെ കുട്ടവഞ്ചി സവാരി, പെഡൽ ബോട്ടിംഗ്, കയാക്കിംഗ് തുടങ്ങിയ വിനോദ ഉപാധികളും തട്ടുകടകളുടെ പ്രവർത്തനവും പൂർണ്ണമായും സ്തംഭിച്ചു. 30ഓളം കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. ഈ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ് ഓട്ടം നിർത്തുകയും ചെയ്തു. കരുവാലി, കുളവാഴ, ചണ്ടി എന്നിവ മനക്കൊടി പുള്ളി ഇറിഗേഷൻ കനാലിലും പെരുമ്പുഴ കനാലിലും അടിഞ്ഞ് ഒഴുക്ക് നിലച്ചതാണ് വെള്ളക്കെട്ടിന് ഒരു കാരണം. കൂടാതെ കരുവന്നൂർ പുഴയിലെ മുനയംകെട്ട് പൂർണ്ണമായും പൊളിച്ചു നീക്കാത്തതും വെള്ളക്കെട്ടിന് കാരണമാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും തുടർച്ചയായി ഏതിനും ദിവസം മഴ പെയ്യുന്നതോടെ KLDC കനാലിൽ വെള്ളം നിറഞ്ഞ് PWD റോഡ് കവിഞ്ഞ് സമീപത്തെ വാരിയം കോൾപ്പടവിലെ കൃഷി നശിക്കുന്നതും ഇവിടെ പതിവാണ്. മനക്കോടി അയ്യപ്പക്ഷേത്രം മുതൽ പുള്ളുപാലം വരെയുള്ള 1.25 കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡ് 1 മീറ്ററോളം ഉയർത്തുകയാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഏക മാർഗമെന്ന് അരിമ്പൂർ പഞ്ചായത്ത് സംയുക്ത പാടശേഖര സമിതി ചെയർമാൻ K രാകേഷ് പറഞ്ഞു. ടൂറിസം മേഖലയിലെ സ്തംഭനവും വാഹനഗതാഗത നിരോധനവും ശ്രദ്ധയിൽപ്പെട്ട മുരളി പെരുന്നെല്ലി MLA സ്ഥലം സന്ദർശിച്ചിരുന്നു. MLAയുടെ ഇടപെടലിനെ തുടർന്ന് തിരുവനന്തപുരത്തു നിന്നുമെത്തിയ KHRI വകുപ്പിലെ ഉദ്യോഗസ്ഥ സംഘം മനക്കൊടി പുള്ളു റോഡിലെത്തി
പരിശോധന നടത്തിയിരുന്നു. ഇവർ പൊതുമരാമത്ത് വകുപ്പിന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റോഡ് ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. മാസങ്ങളായി PWD റോഡ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സ്ഥിതിക്ക് മന്ത്രിതല ഇടപെടലിലൂടെ പരിഹാരം ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കാണാനൊരുങ്ങുകയാണ് സംയുക്ത കർഷക സമിതി. എൻ്റെ പേര് രാകേഷ്. ഞാൻ അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. ഈ വാർഡ് നിൽക്കുന്ന പ്രദേശത്തെ മെമ്പറാണ്. ഇവിടെ ഇത് മനക്കൊടി പുള്ള് റോഡാണ്. ഇത് സാധാരണഗതിയിൽ ആലപ്പാട്, പുള്ള്, തൃപ്രയാർ എന്നീ തൃശ്ശൂരിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് എളുപ്പവഴി ഒരു മാർഗ്ഗമാണ്. തൊട്ടപ്പുറത്ത് കോടന്നൂർ, ചേർപ്പ്, അതേപോലെ തന്നെ ഇരിഞ്ഞാലക്കുട ആ പ്രദേശത്തേക്ക് തൃശ്ശൂർ വഴിക്കും മറ്റ് ഭാഗങ്ങളിൽ നിന്നും എളുപ്പവഴിക്കുള്ള ഒരു മാർഗമായ ഒരു വഴിയാണ്. ഇത് PWD റോഡാണ്. ഇപ്പോൾ 4-5 വർഷമായിട്ട് ഇവിടുത്തെ ഈ കാലവർഷം വരുമ്പോൾ ജനങ്ങൾ വലിയ ദുരിതത്തിലാവാണ്. കാരണം ഈ വഴിക്ക് പോകുന്ന യാത്രക്കാർക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം 4-5 വർഷമായിട്ട് പ്രതിഭാസം തുടരുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ 62 ദിവസമായി ഈ PWD റോഡിൽ കൂടെ യാത്രക്കാർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ട് PWD ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് റോഡ്. അപ്പോൾ നിരവധി പരാതികളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. MLA കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി PWD 2 വർഷം മുമ്പ് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ 33 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് എടുത്തിരുന്നത്. വലിയ സാമ്പത്തിക ചെലവാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇപ്പോൾ അതും കൂടുതൽ അതിൻ്റെ റിസർച്ച് എന്നുള്ള രീതിയിൽ നമ്മുടെ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് അവർ വീണ്ടും അത് പരിശോധിക്കുന്നതിന് വേണ്ടി ഇവിടെ MLAയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ട് അതിൻ്റെ പഠന റിപ്പോർട്ട് തയ്യാറാക്കി പോയിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പ്രദേശത്ത് അരിമ്പൂർ പഞ്ചായത്തിലെ കോൾ നിലങ്ങളാണ് ചുറ്റുമുള്ളത്. ഇവിടെ കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത, കറക്റ്റ് സമയത്ത് കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരികയാണ്. വാര്യംകോട് പാടശേഖര സമിതിയാണ് ഇതിൻ്റെ അപ്പുറത്തുള്ളത്. തൊട്ടപ്പുറത്ത് വിളക്കുമാടം. അങ്ങനെ 600-700 ഏക്കറുകളിൽ വരുന്ന കൃഷി ചെയ്യാൻ വലിയ കാലതാമസം വരുന്ന ഒരു പ്രവർത്തനം, ഒരു കാര്യം കൂടി ഇതിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. കർഷകർ വളരെ പ്രതിസന്ധിയിലാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ പാടശേഖരങ്ങളിലെ കർഷകരെല്ലാവരും കൂടി ഈ വരുന്ന ചൊവ്വാഴ്ച PWD മിനിസ്റ്ററെ നേരിട്ട് കണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇവർ കർഷകരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഇവിടുന്ന് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി പോകുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിച്ച് 1 മീറ്റർ ഹൈറ്റ് ഈ റോഡ് ഉയർത്തിക്കൊണ്ട് ഏകദേശം 1400 മീറ്ററോളം വരും. 1 മീറ്ററോളം ഉയർത്തി യാത്രക്കാർക്ക് സുഗമമായിട്ട് പോകുന്നതിന് വേണ്ടി ഒരു സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഇനി പറയാനുള്ളത്. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്ക
കൈ മോട്ട മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബ്, ലിയോ ക്ലബ് പ്രമേഹം കൊളസ്ട്രോൾ നിർണയ ക്യാമ്പ് സുധർമ്മ മെട്രോപോളിസ് ലാബിൽ നടന്നു. തുടർന്ന് നടന്ന ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് ലയൺ സുഭാഷ് പുഴയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ PMJF KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സോൺ ചെയർപേഴ്സൺ ലയൺ AP ജോൺസൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്വാഗതം സെക്രട്ടറി K മണികണ്ഠനും നന്ദി ഗജാഞ്ചി ലയൺ KV വത്സലകുമാറും പറഞ്ഞു. ലിയോ കോർഡിനേറ്റർ ആശ വിനായക്, ലിയോ പ്രസിഡന്റ് അഭിജിത്ത് സൈമൺ, ലിയോ ഡയറക്ടർ ആദിത്യ ഹരിദാസ്, T ശശികുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചു. ആശാമാരെ മുൻനിർത്തിയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒളിച്ചുകളി അവസാനിപ്പിക്കുക എന്ന് KN നാരായണൻ INTUC ജില്ലാ വൈസ് പ്രസിഡന്റ്. ആശാമാരുടെ ജീവൻ വെച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തട്ടിക്കളിക്കുകയാണെന്ന് KN നാരായണൻ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ രാജ്യത്തെ ആശാമാർക്ക് 2000 രൂപയിൽ നിന്ന് 3500 രൂപയാക്കി ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രഖ്യാപിച്ചു. ഇതിൽ 3000 രൂപ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. ഫലത്തിൽ 500 രൂപ വർധനവ് മാത്രമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. അതുപോലെ 10 വർഷം സർവീസ് പൂർത്തിയാക്കി വിരമിക്കുന്ന ആശമാർക്ക് 20,000 രൂപയിൽ നിന്നും 50,000 രൂപയാക്കി എന്നുള്ളത് ശുദ്ധ അസംബന്ധമാണ്. സംസ്ഥാനത്തെ വിരമിച്ച ആശമാർക്ക് 1 രൂപയുടെ ആനുകൂല്യം പോലും ലഭിച്ചിട്ടില്ല. എന്നിട്ടാണ് 50,000 രൂപയായി വർദ്ധിപ്പിക്കുന്ന കാര്യം പറയുന്നത്. ഇതൊരു വഞ്ചനയാണ്. അതേസമയം ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ മൗനം വെടിയണം. സംസ്ഥാന സർക്കാർ ഈ ആനുകൂല്യം വക മാറ്റി ചെലവാക്കിയതാണോ എന്ന് ആരോഗ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും വ്യക്തമാക്കണം. ആശാമാരുടെ സേവനവേതന വ്യവസ്ഥകൾ സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണെന്ന് കേന്ദ്രം പറഞ്ഞ സാഹചര്യത്തിൽ സ്കിൽഡ് തൊഴിലാളികളായ ആശാമാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ നേതൃത്വ യോഗം INTUC ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് ശകുന്തള സജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി വിദ്യ രമേശ്, ജില്ലാ ട്രഷറർ വിജിനി ഗോപി, K ശൈലജ, ദീപ രാമചന്ദ്രൻ, CL സ്റ്റെല്ല, സുമ ഗിരിജൻ, സജിത EN തുടങ്ങിയവർ സംസാരിച്ചു. താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിലെ ഇല്ലം നിറ മേൽശാന്തി പാലയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. മേള കലാരത്നം കിഴക്കൂട്ട് അനിയന്മാരാർ സമിതി പ്രസിഡന്റ് സിനി ഓടാട്ടിൽ, സെക്രട്ടറി ജിതിൻ, ബാൽ കമ്മിറ്റി തുടങ്ങിയ അംഗങ്ങൾ സന്നിഹിതരായിരുന്നു. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സീറ്റ് ഒഴിവ്. ടൂറിസം വകുപ്പിന്റെ കീഴിൽ തൃശൂർ പൂത്തോളിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2025-26 അധ്യയന വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലെ 1 വർഷം ദൈർഘ്യമുള്ള വിവിധ കോഴ്സുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഉടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചേരേണ്ടതാണ്. ഫോൺ 0477-2384-2553. ഒല്ലൂർ അവണിശ്ശേരി തിരുവാഞ്ചിറ കുളത്തിൽ വീണ മൊബൈൽ ഫോൺ ഫയർഫോഴ്സ് എത്തി വീണ്ടെടുത്ത് ഉടമയ്ക്ക് നൽകി. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ കുളത്തിൽ കുളിക്കുവാനെത്തിയ കുരിയച്ചിറ സ്വദേശി ചെറുകുളക്കുന്ന് പറമ്പിൽ വിഘ്നേഷിന്റെ റെഡ്മി ഫോൺ കുളത്തിൽ വീഴുകയായിരുന്നു. ഏറെ നേരം 20 അടിയോളം താഴ്ചയുള്ള വെള്ളത്തിൽ മുങ്ങി നോക്കിയിട്ടും ഫോൺ കാണാത്തതിനെ തുടർന്നാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് തൃശൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സ്കൂബ ടീം അംഗങ്ങളാണ് തിരുവാഞ്ചിറ കുളത്തിൽ 20 അടിയോളം താഴ്ചയിലെ വെള്ളത്തിൽ വീണ മൊബൈൽ ഫോൺ വീണ്ടെടുത്ത് ഉടമയ്ക്ക് നൽകിയത്. തൃശൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ B വൈശാഖ്, J ജിബിൻ, അനിൽജിത്ത്, ബിജോയ് ഇനാശു, PD ഡെന്നി തുടങ്ങിയവരാണ് മൊബൈൽ ഫോൺ കുളത്തിൽ നിന്നും കണ്ടെടുത്തത്. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992.
പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, പ്രതി റിമാൻഡിൽ. പ്രതി പരാതിക്കാരിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പരാതിക്കാരി താമസിക്കുന്ന ഫ്ളാറ്റിൽ വെച്ച് പലവട്ടം ലൈംഗികമായി പീഡിപ്പിക്കുകയും പരാതിക്കാരുടെ ഫ്ളാറ്റിൽ വന്ന് പ്രതിയുടെ ഡോക്യുമെന്റുകൾ എടുത്ത് തടഞ്ഞതിലുള്ള വൈരാഗ്യത്താൽ പരാതിക്കാരിയെ ആക്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതിയായ പറപ്പുകര മൂത്രത്തിക്കര സ്വദേശി പൊറ്റക്കൽ വീട്ടിൽ രാജേഷ് എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ PK, CPOമാരായ വിഷ്ണു, ജിജോ ജോസഫ്, ധനേഷ്, ആസ്മാബി, വിൻസി തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വ്യാജ സ്വർണം പണയം വെച്ച് 7,77,470 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി റിമാൻഡിലേക്ക്. 2024 ജനുവരി 23 മുതൽ 2024 ജൂൺ 18 വരെയുള്ള കാലയളവിൽ പല തവണകളായി KSFE ഇരിഞ്ഞാലക്കുട മെയിൻ ബ്രാഞ്ചിൽ 166.88 ഗ്രാം തൂക്കം വരുന്ന 18 വ്യാജ സ്വർണ്ണ വളയങ്ങൾ പണയം വെച്ച് പ്രതി 7,77,470 രൂപ തട്ടിയെടുത്തതിന് KSFEയിലെ ബ്രാഞ്ച് മാനേജറുടെ പരാതി ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ ഇരിഞ്ഞാലക്കുട കൊരുമ്പശ്ശേരി സ്വദേശിനി തൈവളപ്പിൽ വീട്ടിൽ ബിന്ദു രാമചന്ദ്രൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം ബിന്ദുവിനെ കോടതിയിൽ ഹാജരാക്കും. ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ MS, സബ് ഇൻസ്പെക്ടർമാരായ സഹദ്, സതീശൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ടെസ്നി, മുരുകദാസ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച 223 ഗ്രാം കഞ്ചാവുമായി അറസ്റ്റിലായ സ്റ്റേഷൻ റൌഡിയും നിരവധി മയക്കുമരുന്ന് കടത്ത് കേസുകളിലെ പ്രതിയുമായ ബോംബെ തലയൻ ഷാജി റിമാൻഡിലേക്ക്. 2025 ജൂലൈ 25 8 മണിയോടെ കുന്നമ്പള്ളി സ്കൂളിന് പരിസരത്ത് വിദ്യാർത്ഥികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി 223 ഗ്രാം കഞ്ചാവുമായി നിൽക്കുകയായിരുന്ന സ്റ്റേഷൻ റൌഡിയും നിരവധി മയക്കുമരുന്ന് കടത്ത് കേസുകളിലെ പ്രതിയുമായ ബോംബെ തലയൻ ഷാജി എന്നറിയപ്പെടുന്ന കൊരട്ടി മേലൂർ വില്ലേജ് കുന്നംപള്ളി സ്വദേശി ചക്കാലക്കൽ വീട്ടിൽ ഷാജി എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃത് രംഗൻ, SI ഷാജു OG, ഡാൻസഫ് ടീം അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, റെജി AU, ബിനു MJ, ഷിജു തോമസ്, ശ്രീജിത്ത് EA, കൊരട്ടി സ്റ്റേഷനിലെ സീനിയർ CPOമാരായ G ശ്രീനാഥ്, പ്രവീൺ KP, ഫൈസൽ PS, ശ്രീജിത്ത് NV തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. സ്കൂൾ കുട്ടികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ പ്രതി റിമാൻഡിലേക്ക്. വാഹനവും കസ്റ്റഡിയിലെടുത്തു. 2025 ജൂലൈ 25 വൈകിട്ട് 5:30 ചൊവ്വൂർ പഞ്ചിങ് ബൂത്തിന് സമീപം ചൊവ്വൂർ എരണ്ടക്കുളം റോഡിൽ ജീപ്പിലിരുന്ന് സ്കൂൾ കുട്ടികൾക്ക് സർക്കാർ നിയമം മൂലം നിരോധിച്ച മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് വിൽപ്പന നടത്തിയ പാറളം വിങ്ങണിശ്ശേരി ഗാന്ധിനഗർ ദേശത്ത് തോപ്പിൽ വീട്ടിൽ മനോഹരൻ എന്നയാളെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഹനവും കസ്റ്റഡിയിലെടുത്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മനോഹരൻ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ മദ്യലഹരിയിൽ മറ്റൊരാളുടെ ജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച കേസും നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസുമടക്കം 2 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിത് KS, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീനാഥ്, സിൻട്രി തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടത്തറ പഞ്ചായത്ത് സംഘടിപ്പിച്ച വിജയോത്സവം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. വായനയെ ലഹരിയാക്കി വിദ്യാർത്ഥികൾ മുന്നേറണമെന്ന് മന്ത്രി VS വാസവൻ. പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയം നിർമ്മാണോദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു.
NCCയുടെ സംസ്ഥാനതല ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമല കോളേജിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.